ഇങ്ങനെ തീ ഇട്ടിട്ടിട്ട് പോകുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ തീ ഇട്ടിട്ട് മൊത്തത്തിൽ ഞാൻ കത്തി പോകുന്നുണ്ട്. തേക്കിന്റെ ഒക്കെ മൂട്ടിക്കൊണ്ട് തീ ഇട്ട് വെച്ചേക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ഡെസ്റ്റിനേഷൻ വന്നു, പക്ഷെ മറ്റേടത്തോട്ട് പോലീസുകാർ കയറ്റി വിട്ടില്ല. ഇവിടം വരെ ഇവിടെ കയറ്, പെട്ടെന്ന് കയറ്, മൂസിനെ പിടിച്ചു കയറ്റണം. ദൈവം. അങ്ങനെ ഞങ്ങൾ കൊക്ക് വരുന്നത് ഇന്നെ തലയുടെ മണ്ടക്കൂടെ മുന്നിൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ചുമ്മാതെ പുറത്തുനിന്ന് കറങ്ങാൻ പോവാണ്. ഇപ്പൊ ഈവനിങ് സമയം ഒരു 5:30 ആയിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പോഴെങ്കിലും ഇവിടെ ഇരുട്ടൊന്നും ആകത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ അടുത്തൊന്ന് കറങ്ങേണ്ട വരാമെന്ന്. ഇനി ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഇരുട്ടാവുമെന്ന് അറിയത്തില്ല. ചെറിയൊരു കാട്ടിക്കൂടെ ചെറിയൊരു യാത്ര. അപ്പം നമുക്ക് പോയിട്ട് സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കുറേ നാളായി പോയിട്ട്. ഞങ്ങൾ ഇന്നാൾ എവിടെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് ലാസ്റ്റ് ഒരു കുന്നിനെ കൊണ്ടേ പോയില്ലേ, ഞങ്ങൾ അന്ന് ഇവിടെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര ഇരുട്ടായിപ്പോയി. ഇപ്പോഴും ഏകദേശം ഇരുട്ടായി വരുന്നുണ്ട്. എന്നാ ഞങ്ങൾ പോയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. നമുക്ക് എല്ലാവരും കൂടെ. അയ്യോ, ഭയങ്കര സൂര്യപ്രകാശമായി ഇപ്പം. അല്ലാതെ ഇവിടെ ഈ മരം ഫുള്ളൊരു വയലറ്റ് കളർ പൂവായിരുന്നു. കൈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ, രാവിലെ വന്നാൽ കാണാമായിരുന്നു. പക്ഷേ ഇവിടെ ഉള്ള മരത്തോടുള്ള ഇല എല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ. എന്നിട്ടിപ്പോൾ തളർത്ത ഇലയൊക്കെ വരുന്നുണ്ട്. ചില മരങ്ങളൊക്കെ കമ്പ് മാത്രം. അറിഞ്ഞു കിടക്കാം കേട്ടോ. ഇപ്പം സമയം 5:45 നമ്മളിത് എപ്പോൾ അവിടെ ചെല്ലുമെന്ന് അറിയത്തില്ല. ഒരു കാട് പ്രദേശം. അവിടെ രാത്രിയിലൊക്കെ പോകുന്ന അത്ര സേഫ് ഒന്നുമല്ല. എന്തോ ഒരു പെണ്ണുപിള്ള ഇപ്പൊ കൊണ്ടിരിക്കാനുള്ള ഒരു എല്ലാരും അങ്ങ് തുറത്തിയാണല്ലോ. ആരും വണ്ടി നോക്കുന്നില്ല, ബോട്ടത്തോട്ട് ഇടുന്ന കാണാം. എല്ലാം നേരത്തെ വൈകുന്നേരം ആയപ്പോ പൂക്കടയൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. എല്ലാരും അമ്പലത്തിലൊക്കെ പോകുന്ന സമയമായിരിക്കും. എന്താ പൂക്കട ചീര. ആ കാതാരം വന്നിട്ട് കീഴെ ഒന്ന് ഹോണടിച്ച് ആ പെണ്ണ് ഓടിച്ചു പോകുന്നു. ഇവിടെ എല്ലാം ഇനിയും ഫുഡിന്റെ കടയാണ്. ഫുഡ്. ഈ ഏരിയ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് വലിയ കടകളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം മൊത്തം ഫുഡിന്റെ കട മാത്രം. ഇവിടെ വന്നപ്പോഴത്തേക്ക് മാങ്ങയുടെ ഒക്കെ സീസണായി. മാങ്ങ, തക്കാളി, സവാള. ഇവിടെ ചുമന്ന സവാള തീർന്നിട്ട് ഫുള്ള് വെള്ള സവാളയായിരുന്നു. എല്ലാം പക്ഷേ 3 കിലോ 100 തന്നെ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ വെളുത്തുള്ളി പോയിരിക്കും. ഞങ്ങൾ വെളുത്തുള്ളി അതെന്ന് വെച്ചോണ്ട് പോയി മേടിക്കാൻ പോയി. 3 കിലോയ്ക്ക് 100 രൂപയ്ക്ക് 3 കിലോ കിട്ടുമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആയപ്പോൾ കണ്ണി ഫുള്ള് ഈച്ചയൊക്കെ അടിക്കാൻ തുടങ്ങി. ഇവിടം പിന്നെ നിങ്ങൾക്കൊക്കെ കണ്ട് നല്ല പരിചയമായിരിക്കും. ഞങ്ങൾ നേരത്തെ ഫുള്ള് ഇവിടെ വെച്ചായിരുന്നു വ്ലോഗ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം സൈഡ് ഫുള്ള് പൊക്കിക്കാണ്. അവിടെ ഇവിടെ കബാബിൻ്റെ കട, മോമോസിൻ്റെ കട, ചാട്ട്, കരിക്ക്, തണ്ണിമത്തൻ. പിന്നെ ഇവിടെ എല്ലാം ഇപ്പോൾ 2 മലയാളിക്കട തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന വലിയ ഫ്ലാറ്റിൻ്റെ താഴെ ഉള്ളത് ഒരു മലയാളി കടയാണ്. പക്ഷെ മുടിഞ്ഞ വിലയാണ്, എന്ന് കയറി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു ചായക്കടയാണ്. ഭയങ്കര ഇവിടെ നമ്മൾ ഇടത്തോട്ട് പോകുന്ന ആ ടാങ്കർ പോകുന്ന വഴിയുണ്ടോ, അതിലാണ് നമ്മൾ നൈസ് റോഡ് പോകുന്നത്. അതിലെ വേണം നമ്മൾ കയറിയിട്ട് നാട്ടിലൊക്കെ പോകണമെങ്കിൽ ആ വഴി വേണം നമ്മൾ കയറിപ്പാൻ. മൈസൂരൊക്കെ പോകണമെങ്കിൽ ഈ വഴി പോകണം. അവിടെ ടോളുണ്ട്. ഇവിടെ എല്ലാം ഇപ്പം ക്യാമറ വെച്ചോട്ടോ. നേരെ ഫുള്ള് ക്യാമറയാണല്ലോ. ഇങ്ങനെ കൊണ്ട് നിർത്താമോ ചേട്ടാ? അങ്ങനെ കുട്ടി ഞൊളച്ച് വന്നത് അവിടെ കൊണ്ട് നിർത്താനായിരുന്നു. ഇവിടെ കൊണ്ടൊരു പമ്പുണ്ടെന്ന് കേട്ടോ. നമ്മുടെ വണ്ടിക്കകത്ത് പെട്രോള് 2 പോയിന്റേ ഉള്ളൂ. ഒരു 100 രൂപയ്ക്ക് അടിച്ചിട്ട് പോകാം. കാരണം നമ്മളൊരു മെനകെട്ട സ്ഥലത്താണ്. ഇവിടെയൊക്കെ അങ്ങ് പുരോഗമിച്ചു വേണ്ട. ഇവിടെ എല്ലാം വലിയ വലിയ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ആയി. ഇവിടെയൊക്കെ ഭയങ്കര ചൂടായപ്പോഴത്തേക്ക് തണ്ണിമത്തൻ്റെ കടയൊക്കെ ആയി ഫുഡ്.
ഇവിടുന്ന് ഇടത്തോട്ട് ഈ വഴി പോവാണെങ്കിൽ ഒരു മലയാളി പള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടിയുടെ സീറ്റ് കവറ് ഇതൊക്കെ റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ലേക്ക് ഉണ്ട്. എല്ലാരും തണ്ണിമത്തങ്ങ തീറ്റയാണല്ലോ ഇവിടെ. ഞാൻ എന്തോ ഒരു തണ്ണിമത്തക്കടയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലം. ഇതിട്ടാണ് നമ്മളെപ്പോഴും മറ്റേ പെന്നാറാട്ട സൂലൊക്കെ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, ഒരു ഫ്ലൈറ്റിനകത്ത് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അത് നമ്മളീ പോകുന്ന വഴി അതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരൊക്കെയോ റീൽസ് ഇട്ടേക്കുന്നുണ്ട്. അവിടെ കയറണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഇപ്പം എനിക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനവിടെ കയറുന്നില്ല. ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണത്. പെട്രോളാണ്. അപ്പോൾ നമുക്കൊരു 100 രൂപയ്ക്ക് പെട്രോൾ കൂടെ പോയി കീച്ചിട്ട് പോകാം. അപ്പം നമുക്കിവിടെ പെട്രോൾ ഒന്നും കഴിക്കാൻ ഗൈസ് 100 രൂപയ്ക്ക് അടിക്കാൻ കഴിയുമായിരിക്കും. പെട്രോൾ അടിച്ചിട്ട് പോകാം. 100 സീറോ അടിക്കുന്നുണ്ട്. ഞാൻ ഈയിടെ വീഡിയോ കണ്ടപ്പോൾ അവർ വന്ന് ബാംഗ്ലൂരിൽ 102 രൂപയാണ്. ഇവിടെ 102 രൂപയാണ് കേട്ടോ പെട്രോളിന്. 102.94 103 രൂപ. ചിലടത്ത് 101, ചിലടത്ത് 102. പിന്നെ നമ്മുടെ ഷെല്ലിൻ്റെ പെട്രോൾ പമ്പിൽ പോവുകയാണെങ്കിൽ 118 19 അങ്ങോട്ടാണ് തോന്നുന്നു. ഒരു വട്ടം ഞാൻ അബദ്ധം പറ്റിയ 4 രൂപ അടിച്ചായിരുന്നു. നയാര എന്ന് പറഞ്ഞ പമ്പുണ്ട്. അവിടെ വാട്സപ്പ് വഴി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര 10 ലിറ്ററൊക്കെ അടിച്ചാൽ 30 രൂപ 40 രൂപ അത്രയൊക്കെ കുറച്ച് കിട്ടും. അതായത് 1 ലിറ്ററിനകത്ത് ചിലപ്പോൾ ഒരു 1 രൂപ 2 രൂപ ഇതൊക്കെ കുറച്ച് വരും. ഫ്ലൈറ്റും റെസ്റ്റോറൻറ്റ് ഫുൾ ഓപ്പൺ ആയി. ഇപ്പം ഭയങ്കര തിരക്കാന്ന് തോന്നുന്നല്ലോ അവിടെ. ഇവിടെയുള്ള മെയിൻ ഒരു വാഹനമാണ് ഈ പോകുന്ന ടാങ്ക്. ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പെന്നാറോട്ട സൂ ഇല്ലേ, ആ സൂവിൻ്റെ അവിടോട്ടാണ്. ഇതൊരു കളറും നോക്കാൻ പറ്റില്ല. ഇവന്മാരെന്തോ സ്പീഡിൽ പോകും. അതിൻ്റെ ബാരിക്കേഡായിരുന്നു. ഇപ്പം നമ്മൾ ബാരിക്കേഡിൻ്റെ മടക്കാൻ അപ്പുറത്ത് പോയായിരുന്നു. ഇവിടെ ഒരു ബാരിക്കേഡ് അത്യാവശ്യം. അവിടെ നിന്ന് ഒരു പറമ്പിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിട്ടില്ല. നമ്മൾ താഴെയാണ് പോകും. ഊരിനെ കണ്ടോ കൈ. കഴിഞ്ഞ ദിവസം 2 മലയാളികൾ, ഒരു 4 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് ഓൺ ദ സ്പോട്ട് മരിച്ചുപോയി. അത് ഇവിടെ എങ്ങാണ്ട് വെച്ചാണ്. ഈ റൂട്ടിൽ എവിടെയാണ് ഇടിച്ചത്. അതുകൊണ്ട് ആ കാണുന്ന പാറയുടെ മണ്ടയിലായിരുന്നു അത് പോയി കയറിയത്. അയ്യോ നീ കാണാൻ പറ്റുമെന്ന് അറിയില്ല. മുന്നിൽ കൊണ്ട് വണ്ടി ഇട്ട് ഇവിടുന്ന് നേരെ താഴോട്ട് പോകുന്നത് വെണ്ണാറുകട്ട സൂ. ഞങ്ങൾ 2-3 ആഴ്ചയായിട്ട് ഈ ഒരു പരിസരത്ത് വന്നാ വട്ടം കറങ്ങാൻ. നമുക്കിവിടുന്ന് നേരെ റൈറ്റ് പോകണം. റൈറ്റ് പോന്നിട്ടാണ് നമുക്ക് പോകേണ്ട സ്ഥലം. അതുകൊണ്ട് ആ കാണുന്ന പാറയുടെ മണ്ടയിൽ നമ്മൾ നാളെ പോയി കയറിയത്. താഴോട്ട് പോകുന്നത് വെണ്ണാറുകട്ട സൂ. ഇവിടെ എല്ലാം ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്, പാനിപ്പൂരി, വേൽപൂരി, ഓമ്പര്. നല്ല പരിപ്പോടെ മണം പറ്റുന്നത്. അമ്മൂ ബജിയുടെ മണം തോന്നുന്നത്. നമ്മൾ ഇന്നാളെ ഇവിടെ വന്നിട്ട് ബജി നോക്കി കിട്ടാതെ ലാസ്റ്റ് ഉഴുന്നോടെ മേടിച്ചിട്ട്. ഇവിടെ എന്തോ മാത്രം താറുണ്ട്. ഇതേ താർ റോക്സ് തോന്നുന്നു നമ്മുടെ ഫ്രണ്ട്. ഇവിടെ ഫുള്ള് അങ്ങ് താറാണ്. പക്ഷെ ഭയങ്കര തിരക്കുവാ റോഡിൽ. ഇവരൊക്കെ എങ്ങനെ ഈ താറും കൊണ്ട് ഇതിലെ പോകണം. മരട മണ്ണേരാണ് കഴിഞ്ഞ കയറിയത്.
ചപ്പി ചോദിക്കുവാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ മലയുടെ മണ്ടയിലേക്ക് കയറിയത്. നമ്മൾ അന്ന് വന്നപ്പോൾ അന്ന് ഞങ്ങൾ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ, പക്ഷേ ലേറ്റ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ ആ പാറ മണ്ടയിൽ കയറി. പക്ഷേ ഇന്നാണ് മൊത്തം ഒരു പാറയാണ്. ഇത് മൊത്തം പെന്നാറോട്ട പൂവിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. പുലിയൊക്കെ ഇറങ്ങുന്ന ഇവിടെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ദേശീയ മൃഗമാണ് കത്തി. ഇവിടെ നോക്കിയാലും കാണുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ ശിവൻ അമ്പലം ഉണ്ട് കേട്ടോ. ശിവൻ അമ്പലം ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായി. ഞങ്ങൾ ഒരു വട്ടം അമ്പലം നോക്കട്ടോ. ആ അമ്മച്ചൊക്കെ ഫാമിലി ആയിട്ടല്ലേ. ആ ഈ അങ്ങോട്ട് പോകുന്ന വഴി ഫുള്ള് കൊടൂര് കാടാണ് കഴിച്ചു. ഇപ്പോഴേ ഭയങ്കര ഇരുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കാണും. ആദ്യമായിട്ട് ഒരു വർഷം ഇതിൽ വന്നത് എവിടെ പോയിട്ട് വഴി വെച്ച് പറഞ്ഞാൽ അതിന് മാത്രമേ ഇത് രണ്ടു കൂടി ഞങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഒരു വെട്ടമില്ല വെടിച്ചില്ല. ആപ്പടെ പേടിച്ചില്ലാത്തോട്ട് വന്നു. വണ്ടി പോലും ഇല്ലായിരുന്നു. കാറ്റടിക്കുമായിരിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പണിയൊക്കെ കഴിഞ്ഞതേ പെട്ടിവണ്ടിയുടെ പറയുന്നു കേട്ടോ. അന്ന് നമ്മൾ ഒരു ദിവസം രാത്രി പോയപ്പോൾ ഇവിടെ അങ്ങോട്ട് തീ പിടിച്ചില്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? അന്ന് നമ്മൾ അമ്പലത്തിൽ പോയപ്പോ ഇവിടെ ഒന്നും ഒരു പച്ചപ്പില്ല. മൊത്തം തീയിട്ട് കളഞ്ഞു. ഇടിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കിയപ്പോ ഹമ്പനകത്ത് ഒന്നും എടുത്തിട്ട് ചാടിയനേക്ക്. ഓരോരുത്തർ തീയൊക്കെ ഇട്ട് പുകച്ചോണ്ടിരിക്കുന്നേ ഉള്ളു അവിടെ. ഓ സൂര്യനെ കണ്ടത് അടിപൊളി. ആ നമുക്ക് കുറച്ച് ഹമ്പ് ചാടിക്കാം. അമ്മേ അമ്മച്ചി അമ്മച്ചി അയ്യോ ദൈവമേ കാത്തോണേ. സൂര്യൻ അസ്തമിക്കാൻ പോവാണ് ഗായ്സ്. ഇതിന് മുന്നേ നമ്മൾ അവിടെ ചെന്നെങ്കിൽ ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരുന്നു. പക്ഷെ നമ്മളെപ്പോ അവിടെ ചെല്ലുമെന്ന് ഒരു പിടുത്തം ഇച്ചിലൂടെ നേരത്തെ ഇറങ്ങുക. ഇവിടെ ഫുള്ള് തേക്കും കാടാണ്. മറ്റേ ആ പൂവല്ലേ ഇത്? അല്ലല്ല ആ പൂ തന്നെ. ആ മരത്തിന്റെ കുഞ്ഞു വരും. അല്ല വേറെന്തോ ഒരു പൂ. റോഡ് നിറച്ച് പൂ കഴിച്ചു. എന്തൊരു സംഭവം കൊള്ളാം. അയ്യോ വരുമ്പോ വല്ല വണ്ടിയുടെ പുറകെ വരട്ടി വരുന്നതാവും. അതൊക്കെ തിരിച്ചു പോയാലോ? എന്തായാലും നമ്മള് പകുതി പെട്രോളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും പോയിട്ട് വരാം. എന്നിട്ട് ഇത് കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നത് രണ്ടാമത്തെ ദിവസമാണ്. പക്ഷെ ആ സമയത്ത് പക്ഷെ വെയിലില്ലായിരുന്നു അല്ലേ? മരമൊക്കെ ഉണ്ടോ? നമ്മൾ അന്ന് ഒരു ദിവസം വന്ന വഴി ഓർമ്മയുണ്ടോ? ഒരു കൊടൂര് കാട്ടിക്കൂടെ ഒരു ഗ്രാമത്തിനകത്തോടെ കയറിയിട്ട് അത് തെങ്ങും തോന്നും. ഇവിടൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ റൂട്ട് വന്നിട്ട് ഇപ്പൊ ഒരു വർഷത്തോളമായിരുന്നു. അമ്പലങ്ങൾ വരാം. ഇവിടെ എവിടെ ഒരു വലിയൊരു അമ്പലമുണ്ട് കേട്ടോ. നല്ല രസമുള്ള കണ്ട ഒരു ഓഡിറ്റോറിയം പോലെ ഇങ്ങനെ അമ്പലമുണ്ട് ഇവിടെ. ഇതൊക്കെ ഞങ്ങൾക്ക് പുരോഗമിച്ചെന്ന് തോന്നുന്നല്ലോ. മൊത്തം ബിൽഡിംഗ് ആയല്ലോ അല്ലേ? ഇതാണ്ട് മൊത്തം ബൊഗെയിൻവില്ല. റെഡ്, പിങ്ക്, റോസ് കളറ്.
ആ വേട്ടറി മറ്റേ അമ്പലം അമ്പലം ഒരു കിടിലൊരു അമ്പലമാണ് കാണാൻ, നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷെ നമ്മളിതുവരെ വന്നിട്ടില്ല. ആണെന്നുണ്ട് കൈ. അയ്യോ മൊത്തം ഗോൾഡൻ കളറുള്ള അമ്പലം. ആ കിടിലാണല്ലോ കാണാൻ, സെറ്റ് അമ്പലമാണ്. ആ എന്തോ ഹിന്ദിക്കാരുടെ അമ്പലമാണ്. നമ്മളിപ്പോ കാടിനകത്ത് കയറി കായ് കണ്ടോ. ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കാടിനകത്ത് ചെയ്യുമ്പോൾ കാട്ടിക്കൂടെ പോവാം. നമ്മൾ ഇതിലെ തന്നെ വരണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ചങ്കിനകത്ത് ഒരു ഇടിപ്പ്. അയ്യോ കൊടൂരെ കാണാനായിട്ട് അപ്പോയി തിരിച്ചു പോയാലോ? അമ്മോസിന് പേടിയാന്ന് പറയുന്ന കാര്യം. നമുക്ക് ഇച്ചിരൂടെ മുന്നോട്ട് പോയി നോക്കാം, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ചിങ്ങ് പോരാ. ഞങ്ങളൊരു സ്ഥലം കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ, പക്ഷെ ഇത്ര ഇരുട്ടി പോകുമെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ റൂട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ ഈ വീഡിയോ എന്തായാലും ഇടാം. എന്നിട്ട് ഈ വീഡിയോ എന്തായാലും ഞാൻ ഇടാമേ. പക്ഷേ തിരിച്ചു വരുന്നതാണ് പ്രശ്നം. അല്ലെ ഞങ്ങൾ ഈ വീഡിയോ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിരിക്കും. ഇവിടുത്തെ ബെന്നാർഘട്ട സൂവിന്റെ പരിസരം ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഉള്ളെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിലെ വന്നിട്ടിപ്പോ കൊറേ നാളായി, ഏകദേശം 1 വർഷത്തോളമായി. ഇതിന്റെ ഫോറസ്റ്റിന്റെ വണ്ടി പോയി കേട്ടോ. ഇതൊക്കെ നമ്മളവിടെ ബെന്നാർഘട്ട സൂവിനകത്ത് സഫാരിക്ക് ഉള്ള വണ്ടിയാണ് തോന്നുന്നു. പക്ഷേ ആളും നേരത്തെ അങ്ങനെ വലിയ ആളൊന്നുമില്ല. അയ്യോ ഗായ്സ്, കണ്ടിട്ട് തന്നെ പേടിയാണ്. ഇവിടെ ഫുള്ള് പച്ചപ്പൊന്നുമില്ല, ഫുള്ള് ഇങ്ങനെ മുളങ്കാടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കയറി പൊക്കോണ്ടിരിക്കുന്നത്. അമ്പലൊക്കെ കൊണ്ട് ഈ ഒരു വഴി കൂടെ കയറി വന്നു. ആ മേളീന്ന് ഒരു ഇറക്കം ഇറങ്ങി ഇങ്ങനെ താഴെ വരെ നമ്മൾ ആക്സിലേറ്ററേ കൊടുക്കണ്ടാക്കി പോരും. അതേ ഒരു മരം കണ്ടോ പൂത്തിരിക്കുന്നത്. അങ്ങനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ നേരെ വൈകിട്ട് പേടിയാണ്. ഇതൊക്കെ ഒരു ഭയങ്കര ഗ്രാമപ്രദേശമാണ്. മരമൊക്കെ തീയിട്ട് പോയെങ്കിൽ ഇവിടെ പക്ഷെ ഒരു ചെടിയുണ്ട്. ആ ചെടി ഫുള്ള് പൂക്കളുണ്ട്, 2 സൈഡ് പൂക്കളുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ആ അടിപൊളി. ഈ കാടിനകത്തൊരു അമ്പലം. ഞാൻ പറയുമ്പോ കാടിനകത്തൊരു അമ്പലം ഓടി. വലിയൊരു അമ്പലം, എന്തിൻ്റെ അമ്പലമാണ്. ആ വടിയും പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലം. മാന്തോട്ടം ആയിക്കോട്ടെങ്കിൽ അവിടെ പോലീസുകാർ ചെക്കിങ് കാണും മിക്കവാറും. അന്ന് ഞങ്ങൾ പോയപ്പോൾ അവിടെ പോലീസുകാരാണ്. രാത്രി ആകുമ്പോൾ അങ്ങോട്ട് കയറ്റി വിട്ടു. സാമൂഹ്യ വിരുദ്ധരുടെ അരിങ്ങാത്തതാണ്. ഇതേ തെങ്ങുന്തോട്ടം. സമയം 6:30 ആയി. അയ്യോ, നമ്മൾ 5 മണിയാകുമ്പോൾ ഇറങ്ങിയല്ലേ വീട്ടിൽ. ഇവിടെ വരെ ഒരു 1.5 മണിക്കൂർ എടുത്തോ? ഇതെല്ലാം എനിക്ക് നമ്മളാ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് പോകുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഓർക്ക് നിങ്ങൾ എവിടെ പോവാണെന്നല്ലേ? ഇങ്ങനെ തീ ഇട്ടിട്ട് പോകുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ തീ ഇട്ടിട്ട് മൊത്തത്തിൽ ഞാൻ കത്തി പോകുന്നത് കേട്ടോ. തേക്കിന്റെ ഒക്കെ മൂട്ടിക്കൊണ്ട് തീയിട്ട് വെച്ചേക്കും. ഇതെന്താ വെന്തിപ്പൂവാ?
ബന്ദിപ്പൂവിന്റെ തോട്ടം, കുഞ്ഞു ബന്ദിപ്പൂ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഒരു ഡെസ്റ്റിനേഷൻ വന്നു, പക്ഷെ മറ്റേടത്തോട്ട് പോലീസുകാർ കയറ്റി വിട്ടില്ല, ഇവിടം വരെ ഉള്ളെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്, കാണിച്ചു തരാം. ബാ, ഇതിന് മണ്ടല്ല, ഇഴഞ്ഞ് കയറി, ചാടി കയറടി. അമ്മോസും ചക്കുപ്പിയും കൂടെ വേണ്ട കാട്ടിക്കൂടെ കയറ്, പെട്ടെന്ന് കയറ്. ഞാൻ കയറാം. ബാ, ചക്കുപ്പീനെയും പിടിച്ചേറ്റണം, അമ്മൂസിനെയും പിടിച്ചേറ്റണം. ഞാൻ ആദ്യം ഇവനെ ഒന്ന് കയറ്റി വിടട്ടെ. യോ, വെള്ളമാണ്, പോവല്ലേ. ചക്കുപ്പി എവിടെ നിക്കണേ? എന്താ? ഓ, അമ്മൂസിനെ പിടിച്ചേറ്റണം. പോന്നു, കേറങ്ങോട്ട്. ദൈവമേ, ഇതുണ്ടോ ലേക്ക്? കുഞ്ഞുള്ളവരൊക്കെ സൈക്കിൾ ഓടിച്ചു കൊടുക്കും. ഇവിടെ ഫോട്ടോ എടുക്കുവാണ്. കൊക്ക് പോകുന്നു, ഇതുകൊണ്ട് തോന്നുന്നു. അമ്മ കുഞ്ഞിനെ പിടിക്കടി, നീ ഹെൽമെറ്റ് ഞാൻ പിടിച്ചോളാം. നടക്ക അങ്ങോട്ട് പോകും. നല്ല രസമല്ലേ ഗൈസ് കാണാൻ? പക്ഷെ ഇച്ചിരി വെട്ടം കൂടെ ഉള്ള സമയത്താണ് വന്നാൽ അടിപൊളിയായിരുന്നു. ഇതിന്റെ കുറച്ച് അപ്പുറത്തോട്ട് നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് നല്ലൊരു വലിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ഇവിടെ രണ്ട് ചെറിയ പാലം പോലൊക്കെ ഇങ്ങനെ ലേക്കിൻ്റെ നടുക്കിലോട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അവിടെ ചെന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. പക്ഷെ നമുക്കിപ്പം ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യം അല്ല. വെട്ടം ഇല്ലടിയമ്മ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന. കാണാനൊക്കെ അടിപൊളി കേട്ടോ. ഇനി നമ്മൾ പോകുന്ന വഴിയാണ് ഡേഞ്ചർ. പെട്ടെന്ന് പോകണം, അവിടം വരെ പോയി നോക്കിയിട്ട് തിരിച്ചു പോകാം. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പറ്റില്ല മെയിനായിട്ട്. നമ്മുടെ കൊക്കൊക്കെ പോന്നു. എന്നെ കാണിക്കുന്നുണ്ടേ. അങ്ങനെ ഞങ്ങൾ കൊക്ക വരുന്നുണ്ട്. ഇന്നെ തലയുടെ മണ്ടക്കൂടെ മുന്നിൽ കൂടെ ഈ കൊക്കൊക്കെ താന്നു പോകുന്നു ഒത്തിരി. എല്ലാവരും ഫോട്ടോ എടുപ്പാട് കേട്ടാ. എല്ലാവരും ഇല്ല, കുറച്ച് പേര്. അങ്ങനെ ഏറ്റത്തെ പാലത്തല്ല, അവിടെ വേറൊരു പാലമാണ് കേട്ടോ. അവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. ഇതുകൊണ്ട് ആ മരം ഫുള്ള് കണ്ടോ, മൊത്തം കൊക്ക്. ആ മരം ഫുള്ള് കൊക്കായി. ഈ കൊക്ക എല്ലാം കൂടെ ആ ഒരൊറ്റ മരത്തേലാന്ന് തോന്നുന്നു കേട്ടോ. ആ മരം ഫുള്ള് വെളുത്ത്. അമ്മ ചക്കുപ്പി ഓടി വരുന്നു. ദാണ്ട് ചക്കു നിരങ്ങിയൊരു പോക്ക് പോയത്. വേണ്ട ചക്കുപ്പിനെ കൊണ്ടുവന്ന് നമ്മൾ പാലത്തെ വന്നു. നിങ്ങൾ പണ്ട് ഈ പാലത്തിലൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. ചൂണ്ടയോ? കൊള്ളാം. പക്ഷെ എന്നെ കാണിക്കാൻ പറ്റത്തില്ലല്ലേ, കാരണം എൻ്റെ തലയിലെ ഹെൽമെറ്റിലാണ് ഈ ക്യാമറ ഇപ്പം ഇരിക്കുന്നത്. നീ അവിടെ പോയി നിൽക്കി. ചൂണ്ടയൊന്നും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഇത് ചൂണ്ട എവിടെയമ്മോ?
വേണ്ട മൊത്തം മറ്റേ ഇത് പൊങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ചൂണ്ടയല്ല കേട്ടോ, വല ഇട്ട് വെച്ചേക്കാൻ തോന്നുന്നു. അങ്ങ് അറ്റം വരെ ഉണ്ട്. ചേട്ടന്മാര് മീനെ പിടിക്കാൻ വന്നിരിക്കുന്നത്. അത് നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒത്തിരി പേര് കുളിക്കാനൊക്കെ ഉണ്ടായതല്ലേ. ഇവർ രണ്ടുപേര് കുറ്റിയടിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് പോകുന്ന രക്ഷമില്ല. അങ്ങ് ദൂരെ ഒരു മരം കാണുന്നുണ്ട്. ആ മരം ഫുള്ള് കൊക്കായിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങൊരു മരം, ഒരു 3 മരം ഉണ്ടോ, 3 മരവും വെളുത്തിരിക്കുന്നുണ്ടോ. അമ്മ നിങ്ങൾ നോക്കിട്ട് അങ്ങനെ ഒരു ചേട്ടൻ വായി നോക്കി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞ് ഫോട്ടോ എടുത്തു തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ വേണ്ട, ഞങ്ങൾ പോവാന്ന് പറയാം. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുന്ന കൈ ഭയങ്കര ഇരുട്ടായി. ഇതിലേ പോകുന്നു കൈ പറക്കുന്ന ഈച്ച ഓടി. അങ്ങനെ ഞങ്ങൾ ബ്ലോഗറാന്ന് കണ്ടുപിടിച്ചേ. ഇതിലിങ്ങനെ പൊക്കോണ്ടിരിക്കാൻ നമ്മൾ നേരത്തെ വരാം. പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ പോലീസുകാർ കയറ്റി വിട്ടില്ല കൈ. അവിടെ വേറൊരു വലിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇനി ഒന്നോടെ വരാം. പക്ഷെ ഇന്ന് ഒത്തിരി ലേറ്റ് ആയിപ്പോയി. ഇവിടേക്ക് ഇനി പാമ്പുണ്ടോയെന്ന് ദൈവത്തിനറിയാം. ചക്കുപ്പിക്കും കുറച്ചേരം ഇവിടെ കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിൽക്കുന്ന 2 ടീമുകളെ കണ്ട ആ എണ്ണിക്കത്തേ ഇല്ല. അവിടെ കുറ്റി അടിച്ചെങ്കിൽ എണ്ണിക്ക് പൊക്ക. ഇപ്പോഴല്ല, ഇപ്പൊ പാമ്പൊക്കെ കാണും ഇവിടെ. നമുക്ക് അടുത്ത ആഴ്ച ഒന്നോടെ വരാം. ഇപ്പൊ ഇങ്ങോട്ട് വന്ന വഴിക്ക് പോലീസുകാരെ കണ്ടില്ലേ. കല്ല് നമുക്ക് അപ്പുറത്ത് എടുക്കാം. ഇനിയും വരുമ്പോ നമുക്ക് വീട്ടിൽ നിന്ന് കല്ലെടുത്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഇരുമുണ്ടല്ലോ ഇഷ്ടംപോലെ കല്ല്. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ മിറ്റിൽ കിടപ്പില്ല. ചക്കോപ്പിക്ക് ഇവിടെ കല്ല് വെച്ച് കളിക്കണമെന്ന്. ഇപ്പൊ എന്നെ കാണത്തില്ലെന്ന് തോന്നുന്നു. ഭയങ്കര ഇരുട്ടായിരുന്നു തോന്നുന്നു. പുറകിലുള്ള സൂര്യപ്രകാശം മാത്രമേ കാണത്തുള്ളൂ. ഇവിടെയൊക്കെ തീയിട്ട് നശിപ്പിച്ച്. ഇവിടൊക്കെ പാമ്പുണ്ടോന്ന് പറഞ്ഞു. കുഞ്ഞിനെ പിടിച്ചടി, എന്റെ പൊന്നു മോനെ നടക്ക്. ഓ എന്റെ അമ്മ, എന്തോ കൊതുക് നോക്കിയത്. ഒരു കൂട്ടത്തോടെ കൊതുക് തലയുടെ മണ്ടയ്ക്ക്. ദൈവമേ, മൊത്തം കൊടൂര് ഇരുട്ടായി പോയി കഴിച്ചു. അമ്മൂസ് കണ്ട് ഓടുന്നു. ചപ്പനെ കൊണ്ട് അമ്മൂസ് ഓടി. നിങ്ങൾ അതിലേ വാ, ഞാൻ ഇതിലേ വരാം. എന്നാ പോ, അവരതിലേ കൊണ്ട് വീട്ടിൽ പോ. നീ ഇങ്ങോട്ട് വന്നേ. ഇല്ലടി. അമ്മൂസും ചക്കുപ്പിയും കൂടെ തോണ്ട് പോകുന്നു. അവിടെ ഇറങ്ങാൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകും. ഞാനപ്പോൾ ഇപ്പുറത്തോടെ പൊട്ട് കൈസ് പറ്റോടെ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകണം കൈസ്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ചായ കുടിച്ചിട്ടൊക്കെ കൈസ്. കടയുടെ പേര് കാപ്പി അട്ട. അങ്ങനെ കാപ്പിയുണ്ട്. കാപ്പിക്ക് 10 രൂപ, 70 ML ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം സെൽഫ് സർവീസാണ്, തന്നെത്താനെ പോയി കിട്ടും. അങ്ങനെ നമ്മൾ ഈ കടയിൽ കയറി ചായ കുടിച്ചു. ചായയും വടയും കഴിച്ചു. രണ്ടും ഗുണമില്ലായിരുന്നു, രണ്ടും കൂറായിരുന്നു. ആദ്യം കട തുടങ്ങിയപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുവരും മെനകെട്ട സാധനമൊക്കെ കഴിച്ചത്. തണുത്ത ചൊറിഞ്ഞ വടയും ചായക്കാണെങ്കിൽ ഒടുക്കത്തെ മധുരം.